നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നീരേറ്റുപുറം മണിമലയാറ്റിൽ നിന്നും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 9:30 പ്രദേശവാസികളാണ് ആറ്റിൽ മൃതദേഹം പൊങ്ങിയത് കണ്ടത്. കർഷകരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു KM ജോർജ് എന്ന് ഡോക്ടർ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. KM ജോർജിന്റെ 49ാമത് ജന്മവാർഷിക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നിലവിലെ LDF ഭരണം തുടരുമോ അതോ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ മാസം 13-നാണ് വോട്ടെടുപ്പ്. ക്രിസ്മസ് ദിനം അടുക്കാറായതോടെ സജീവമായി കേക്ക് വിപണി. പ്ലം കേക്ക് മുതൽ നാവിൽ കൊതിയൂറും മില്ലൻ കേക്ക് അടക്കം ഇത്തവണ ക്രിസ്മസ് വിപണിയെ സജീവമാക്കും. വാർത്തകൾ വിശദമായി. നീരേറ്റുപുറം മണിമലയാറ്റിൽ നിന്നും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 9:30 പ്രദേശവാസികളാണ് ആറ്റിൽ മൃതദേഹം പൊങ്ങിയത് കണ്ടത്. നീരേറ്റുപുറം മണിമലയാറ്റിൽ നിന്നും 55 വയസ്സോളം തോന്നിക്കുന്ന പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 9:30 പ്രദേശവാസികൾ അജ്ഞാത മൃതദേഹം മണിമലയാറ്റിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരമറിയിക്കുകയും ചെയ്തു. എടത്വ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും അഗ്നിശമന സേനയും ചേർന്ന് മൃതദേഹം കരക്കടുപ്പിച്ചു. വെള്ളമുണ്ടും കളം ഷർട്ടുമാണ് മരണപ്പെട്ടയാൾ ധരിച്ചിരുന്നത്. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായും തുടർ നടപടികൾക്കായും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കർഷകരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു KM ജോർജ് എന്ന് ഡോക്ടർ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. KM ജോർജിന്റെ 49ാമത് ചരമവാർഷിക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേബി പാറക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ കാർഷിക മേഖലയുടെ ഉയർച്ചയ്ക്കും കർഷക അവകാശങ്ങൾക്ക് വേണ്ടിയും മുഴുവൻ സമയവും ശബ്ദമുയർത്തിയ ജനനേതാവായിരുന്നു KM ജോർജ് എന്ന് ഡോക്ടർ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. KM ജോർജിനെ പോലെ കർഷക രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റൊരു നേതാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തനായ ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു ശ്രീ KM ജോർജ് എന്ന് നിസ്തർക്കം പറയാൻ പറ്റും. അത് രണ്ട് നേതാക്കന്മാരാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന കേരള കോൺഗ്രസ് രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ കരുത്ത് തെളിയിച്ചിട്ടുള്ളത്. അത് ശ്രീ PT ചാക്കോയും ശ്രീ KM ജോർജും. മുൻ മന്ത്രിയും ദീർഘകാലം MLAയുമായിരുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ KM ജോർജിന്റെ 49ാമത് ചരമവാർഷിക ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നെടുമുടി ഹരികുമാർ. തോണ്ടൻകുളങ്ങര ഗാന്ധിയൻ ദർശനവേദി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള രാഷ്ട്രീയ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോട്ടുങ്കൽ ജോർജ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ഹക്കീം മുഹമ്മദ് രാജ, ആന്റണി കരിപ്പാശ്ശേരി, ബീന റസാഖ്, ആശാ കൃഷ്ണാലയം, ജോസി ആന്റണി, ബേബിച്ചൻ ചെമ്മോത്ത്, ആന്റണി വള്ളപ്പുരയ്ക്കൽ, A ഷൗക്കത്ത്, ലൈസമ്മ ബേബി, ജോർജ് പോൾ, S പ്രേംകുമാർ, ടോമിച്ചൻ ചേലാതിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നിലവിലെ LDF ഭരണം തുടരുമോ അതോ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് പ്രദേശവാസികൾ ഉറ്റുനോക്കുന്നത്. ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 2020-25 വർഷത്തിൽ മികച്ച ഭൂരിപക്ഷം നേടി LDF നഗരസഭയിൽ ഭരണത്തിലെത്തിയതുപോലെ ഇത്തവണയും അധികാരത്തിലെത്തുമെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ 5 വർഷക്കാലം നഗരത്തിൽ യാതൊരു വികസന പ്രവർത്തനവും നടത്താത്ത LDF സർക്കാരിനെതിരെ ജനം തിരിയുമെന്നും അത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവും എന്നും മാത്രമല്ല വൻ ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ ഇത്തവണ അധികാരത്തിലെത്തുമെന്നാണ് UDF നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. മറ്റ് ചെറുതും വലുതുമായ പാർട്ടികളെല്ലാം തന്നെ 1 മുതൽ 5 സീറ്റ് വരെ നേടുമെന്നും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഈ മാസം 13-ന് രാവിലെ സെന്റ് ജോസഫ് സ്കൂൾ ഹാളിൽ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ വിജയപരാജയത്തെ കുറിച്ചുള്ള ആകാംക്ഷയും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയുമായിരിക്കും ഏവരിലും എന്നതിൽ സംശയമില്ല. LDF വന്നാലും UDF വന്നാലും നഗരത്തിന്റെ വികസനം മാത്രമായിരിക്കണം ലക്ഷ്യമെന്നും അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കഴിയണമെന്നും സമ്മതിദായകരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ക്രിസ്മസ് ദിനം അടുക്കാറായതോടെ സജീവമായി കേക്ക് വിപണി.
പ്ലം കേക്ക് മുതൽ നാവിൽ കൊതിയൂറും മില്ലറ്റ് കേക്ക് അടക്കം ഇത്തവണ ക്രിസ്മസ് വിപണിയെ സജീവമാക്കും. ഏവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഷുഗർ ഫ്രീ കേക്കും ഈ വർഷത്തെ പ്രത്യേകതയാണ്. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കേക്കില്ലാതെ എന്താഘോഷം എന്നാണ് ക്രിസ്തുമസ് എത്തുമ്പോൾ മലയാളികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ക്രിസ്തുമസ് വിപണിയെ സജീവമാക്കാൻ നിരവധി ഇനങ്ങളിലുള്ള കേക്കുകളും വ്യാപാരികൾ രംഗത്തിറക്കും. സാധാരണയായി വിപണിയിൽ സജീവമായുള്ള പ്ലം കേക്കുകൾ കൂടാതെ ഇത്തവണ ഷുഗർ ഫ്രീ കേക്കുകളും ക്രിസ്മസ് വിപണിയെ വേറിട്ടതാക്കാൻ എത്തുന്നുണ്ട്. ആലപ്പുഴ തത്തമ്പള്ളി വടികാട് ജംഗ്ഷന് സമീപം ജോളി ബേക്സ് ആണ് ഇത്തവണ ഏവർക്കും കഴിക്കാവുന്ന തരത്തിൽ ഷുഗർ ഫ്രീ കേക്ക് വിപണിയിൽ എത്തിക്കുന്നത്. ജോളി ബേക്സ് കഴിഞ്ഞ വർഷവും മില്ലറ്റ് കേക്കുകൾ ക്രിസ്മസ് വിപണിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള മില്ലറ്റ് കേക്കുകൾ രംഗത്തിറക്കുന്നത്. ക്യാരറ്റ് കേക്ക്, ബീറ്റ്റൂട്ട് കേക്ക്, റിച്ച് പ്ലം കേക്ക്, പ്രീമിയം പ്ലം കേക്ക്, മില്ലറ്റ് കേക്ക്, മാർബിൾ കേക്ക്, ബട്ടർ കേക്ക്, ജാക്ക് ഫ്രൂട്ട് കേക്ക്, ഈന്തപ്പഴ കേക്ക്, പൈനാപ്പിൾ കേക്ക് തുടങ്ങി 30-ലധികം നാവിൽ കൊതിയൂറും കേക്കുകളും ഇത്തവണ ക്രിസ്മസ് വിപണി കീഴടക്കാനായി തങ്ങൾ രംഗത്തിറക്കുമെന്ന് ജോളി ബേക്സ് ഉടമ കൂടിയായ KM ജോളിച്ചൻ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. വിപണി സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി മാർക്കറ്റിന്റെ അവസ്ഥയനുസരിച്ച് വേണം നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലാക്കണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ വളരെ പുതിയ കേക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മില്ലറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം മില്ലറ്റ് 0% ഷുഗർ ഫ്രീ മില്ലറ്റ് കേക്ക് ഇറക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ ഫ്രീ പ്ലം കേക്ക് ഈ പ്രാവശ്യം ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപണി വളരെ ശക്തമായി ഉണർന്നെഴുന്നേക്കും എന്ന വിശ്വാസത്തോടെയാണ് പ്രൊഡക്ഷൻ രംഗത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഷുഗർ ഫ്രീ മില്ലറ്റ് കേക്ക് കൂടാതെ ഷുഗർ ഫ്രീ പ്ലം കേക്ക്, ഷുഗർ ഫ്രീ ക്യാരറ്റ് കേക്ക് എന്നിവയും ഉപഭോക്താക്കളുടെ മനസ്സ് നിറക്കാൻ ഇത്തവണ വിപണിയിലുണ്ടാകും. 140 രൂപയിൽ ആരംഭിച്ച് 1000 രൂപ വരെയുള്ള കേക്കുകളായിരിക്കും ജോളി ബേക്സ് ഇത്തവണ പുറത്തിറക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീരേറ്റുപുറം മണിമലയാറ്റിൽ നിന്നും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 9:30 പ്രദേശവാസികളാണ് ആറ്റിൽ മൃതദേഹം പൊങ്ങിയത് കണ്ടത്. കർഷകരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ നേതാവായിരുന്നു KM ജോർജ് എന്ന് ഡോക്ടർ നെടുമുടി ഹരികുമാർ അഭിപ്രായപ്പെട്ടു. KM ജോർജിന്റെ 49ാമത് ചരമവാർഷിക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നിലവിലെ LDF ഭരണം തുടരുമോ അതോ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ മാസം 13-നാണ് വോട്ടെടുപ്പ്. ക്രിസ്മസ് ദിനം അടുക്കാറായതോടെ സജീവമായി കേക്ക് വിപണി. പ്ലം കേക്ക് മുതൽ നാവിൽ കൊതിയൂറും മില്ലറ്റ് കേക്ക് അടക്കം ഇത്തവണ ക്രിസ്മസ് വിപണിയെ സജീവമാക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.